ഇത് പണ്ടേ ഉണ്ട്. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അത്രത്തോളം മനസ്സുകൊണ്ട് തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ISROക്കാർ ഇവിടുന്ന് മറ്റേ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അവർ പൂജ നടത്തുന്നത്. അല്ലേ? നിബിൻ വിശ്വാസിയാണോ എന്തില്? ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നിലും അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ വഴികളിലൂടെ പോകും. നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? മാൻ ക്രിയേറ്റർ ആയിട്ടുള്ള സൂപ്പർമാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ ഏതെങ്കിലും ഒരു ഗോഡിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഈ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഇവിടെ എന്ത് മാലയിരിക്കും? ഈ അതൊരു വിശ്വാസത്തിന്റെ വിശ്വാസമൊന്നുമല്ല. ഇതൊരു അടിപൊളി ഒരു സാധനം. എനിക്കൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മേടിച്ചിട്ടതാണ്. വെള്ളിയിൽ തീർത്തിട്ട് ഒരു ഇത്രേ ഉള്ളൂ. അതിനകത്ത് വിശ്വാസമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്ന് മുതലാണ് ഈ തോട്ട് പ്രോസസ്സിലേക്ക് എത്തിയത്? ഐ മീൻ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു ഏജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുന്ന ഏജ് ഉണ്ടാവും, വിശ്വസിക്കുന്ന ഞാൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഏതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ 8th സ്റ്റാൻഡേർഡ് മുതൽ അന്വേഷണങ്ങൾ തുടങ്ങി. അതിന് മുന്നേ വരെ ഒരു വിശ്വാസം. ആ സമയത്തുണ്ടല്ലോ ഈ ഇടമറുകിന്റെ ഒക്കെ പുസ്തകങ്ങൾ ഈ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിൽ ടീച്ചറിന്റെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഈ സാധനമൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ ഗൗരവങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു 10 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പോലെ തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇടമറുകിൻ്റെയൊക്കെ ബുക്കുകളിലൊക്കെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനെ ട്യൂഷൻ ടീച്ചറിനോട് ചോദിക്കുക എന്നുള്ളതാണ്. ട്യൂഷൻ ടീച്ചറും വലിയ വിശ്വാസിയാണ്. അപ്പം ആ പുള്ളി തന്നെയാണ് ഇത് കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുന്നത് വായിക്കാൻ. അപ്പൊ പുള്ളിയുടെ ചോദ്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം പുള്ളിയും കുറെ കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കിടന്ന കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്യാനായിട്ടും ഒക്കെ പോയപ്പോഴാണ് എനിക്ക് ഏകദേശം ഇതിൻ്റെ ഒരു റൂട്ട് എനിക്ക് കിട്ടിയത്. ഇത് തെറ്റാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇത് ഏതെങ്കിലും മനുഷ്യന് പേഴ്സണലി ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര പണം, എത്ര ഗാഡ്ജറ്റുകൾ, എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് നമുക്കൊരു ദിവസം കിടന്നുറങ്ങാൻ പറ്റണം. പ്രഭാതത്തിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഉണരാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പം അതിനുവേണ്ടി നമുക്ക് അത് ഉപയോഗപ്രദമാകുന്ന ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നത്? അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന മദ്യത്തിലാണെങ്കിൽ അയാൾ ആ മദ്യം കഴിച്ചാൽ സന്തോഷമായിട്ട് പോകട്ടെ. അയാളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അയാളുടെ പെർസ്പെക്റ്റീവ്, അയാളുടെ ശരിയാണത്. അയാളുടെ ശരിയല്ലേ ഇത്? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ശരിയാണ്. കാഴ്ചപ്പാടിനെ നമ്മൾ മറ്റൊരു ആംഗിളിൽ കാണുന്ന ഓരോ കാര്യത്തിലും അങ്ങനെ കാണണ്ടേ? അത് എല്ലാവരും കാണുന്ന പോലെ നോർമലി ബോറിംഗ് എന്നാ പറയാ അല്ലേ? നോർമലായിട്ട് നമ്മളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ അയാളും ചിന്തിക്കുന്നത്. വേറൊരു ഡയമെൻഷനിൽ ചിന്തിക്കാലോ. ഈ മാൻ ക്രിയേറ്റഡ് ദൈവങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു 4300-ലധികം മതങ്ങളുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി അറിയില്ല. വിരലെണ്ണാവുന്ന പേരുകൾ മാത്രമേ എനിക്കും അറിയുള്ളൂ. അപ്പൊ അത്രയും ദൈവങ്ങളുണ്ട്. കുറെ എണ്ണം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കാര്യം ആ കാലഘട്ടം പരിമിതമാണ്. അതെ. അപ്പൊ അത് ആ ഗ്രീക്ക് ദൈവങ്ങളുടെ ഒക്കെ ചരിത്രമൊക്കെ, ഗ്രീക്ക് ദൈവങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അവരൊക്കെ തീർന്നു, എക്സ്പയർ ആയി. കാരണം ഈ ആൻഡ്രോയിഡിന്റെയും ഐഫോണിന്റെ ഒക്കെ അപ്ഡേറ്റ് വരുമ്പോൾ ബഗ്ഗുകൾ പോകുന്നു പറഞ്ഞ പോലെ കുറെ ബഗ്ഗുകൾ അങ്ങ് പോയി. പിന്നെ ഇപ്പൊ അവശേഷിക്കുന്ന കുറെ സാധനമുണ്ട്. അത് പതിയെ പൊക്കോണ്ടിരിക്കും. ഇതൊന്നും ഇല്ലാത്ത മറ്റൊരു തലമുറ വരും. ഡെഫിനറ്റ്ലി വരുമല്ലോ, ഉറപ്പല്ലേ? ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന തലമുറയായിരിക്കും അത്. ടെക്നോളജി വിശ്വസിക്കുക എന്നുള്ളതല്ലല്ലോ. ടെക്നോളജി എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ അതിന്റെ കൂടെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാനോ ബനാനോ എന്ന് പറയുന്ന സാധനം അറിയത്തില്ലാത്ത എത്ര പേരുണ്ടാവും അവിടെ? ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? എന്തിനാണ് ഞാനത് അറിയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇനിയുള്ള കാലത്ത് എല്ലാം അറിഞ്ഞിരിക്കണം. ചാറ്റ് GPT ഇന്നേ വരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ആപ്പ് കയ്യിലില്ലാത്ത എത്രയോ ആൾക്കാർ ഇന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മെജോറിറ്റി ആയിരിക്കും. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യാത്തത് അവരുടെ കുഴപ്പമാണ്. അവർക്ക് വേറെ പല കാര്യങ്ങളാണ് അവർ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. ഇപ്പൊ ഗൂഗിളിൽ ഇപ്പൊ 2000 രൂപയുടെ നോട്ട് ക്യാൻസൽ ചെയ്തത്, 2000 രൂപയുടെ നോട്ടല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്തത്. ഇപ്പോഴും അത് ക്യാൻസൽ ചെയ്ത് അറിഞ്ഞിട്ടില്ലാത്തൊരു അമ്മച്ചിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പെട്ടി തുറന്ന് ഇപ്പൊ കുറെ പൈസ ഇരിക്കുന്നതിനകത്ത്. ആ അമ്മച്ചിയോട് നമുക്ക് എന്നാ പറയാൻ പറ്റും? അമ്മച്ചി നമുക്ക് ചെറുതായി കാണാൻ പറ്റുമോ? അവരുടെ ലോകം അത്രയും ചെറുതാണ്. അത് വളരാൻ അനുവദിച്ചിട്ടില്ല ചുറ്റുമുള്ള ആൾക്കാർ. നമ്മൾ സംസാരിക്കുമ്പോഴല്ലേ അത് അങ്ങനെയും കൂടെ ഒക്കെ ചിന്തിക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത എത്തണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ അതൊക്കെ പറയണ്ടേ? തീർച്ചയായിട്ടും. ഇത്രയും വൈഡായില്ലേ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം? നമ്മൾ വേറെ ഏതോ
നമ്മളിപ്പോ ആത്മീയത ഈ തന്നെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴല്ലോ, ആക്ച്വലി ഞാൻ ഒരു ചാറ്റ് GPT അല്ലല്ലോ. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം തരലല്ലോ. But still, നമുക്ക് കോൺവെർസേഷൻ അല്ല, ഞാൻ ആ ചാറ്റ് GPTയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ നമ്മൾ ആത്മീയത പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ പോയത്. ഇത് കണക്ട് ചെയ്ത് നമ്മുടെ യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു ബുക്കിൽ അദ്ദേഹം ആദ്യത്തെ ഒരു 3-മത്തെയോ 4-മത്തെയോ അധ്യായത്തിൽ അദ്ദേഹം എഴുതിയൊരു അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹവും അച്ഛനും ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടിലാണ്. അപ്പം ഒരു രാത്രി അമ്മ ഇദ്ദേഹത്തിനോട് വന്ന് പറയുന്നിട്ട് ഇദ്ദേഹം സ്വപ്നം കാണുവാണ്, നാളെ രാവിലെ വന്നാൽ നിനക്ക് എന്നെ കാണാം, രാവിലേക്കുള്ളിൽ ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് അമ്മ വന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചിരിച്ചു തള്ളുകയും ചെയ്തു. പിന്നീട് ഇതേപോലെ ഉച്ചയൊക്കെ ആയ സമയത്ത് അവിടെ നിന്നും ആള് വന്ന് അമ്മ മരിച്ചു, 10 മണിയാകുമ്പോഴത്തേക്കും മരിച്ചുപോയി എന്നൊരു അറിയിപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞ അനുഭവം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് വർഷങ്ങൾക്ക് മുന്നേ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു, ആ ബുക്കാണ്. ഇതേ അനുഭവം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ, മരണാനന്തര ജീവിതം എന്നാണെന്ന് തോന്നുന്നു ആ ബുക്കിന്റെ പേര്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ആ ബുക്കിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഫാമിലി പറഞ്ഞത് സ്ഥിരമായിട്ട് കുട്ടി വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പഠിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്നും 4 മണിക്ക് എണീറ്റ് പഠിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നീട് ആ കുട്ടി വെളുപ്പിന് എണീറ്റ് പഠിക്കാറില്ല. അതിൻ്റെ അകത്തു നിന്ന് റിക്കവർ ആവുന്ന സമയത്ത് രാവിലെ എണീറ്റ് പഠിക്കാറില്ല. അപ്പം ഒരു ദിവസം അമ്മ ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിച്ചപ്പം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എഴുന്നേറ്റു, പക്ഷെ ആ കുട്ടി പഠിക്കാൻ വേണ്ടി വീണ്ടും കിടന്നു. അപ്പോൾ അമ്മ ചോദിച്ചാൽ നീ എണീറ്റിട്ട് എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അമ്മ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അച്ഛൻ ഈ മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർ ആ മുറിക്ക് ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരാളില്ല, മരിച്ചുപോയ അച്ഛൻ ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ചിലപ്പോൾ തോന്നലായിരിക്കാം. ഇതേപോലെ തന്നെ മരിച്ചുപോയ ഒരുപാട് ആളുകളെ പലയിടങ്ങളിലായിട്ട് തോന്നലുകളിൽ വന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഇത് ഞാൻ എത്രയും പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അനുഭവം ഉണ്ടായിട്ട് എന്നോടാണ് പറഞ്ഞത്. അമ്മയുടെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര ഡൗൺ ആയിപ്പോയ ഒരു സമയമായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചത്. അപ്പം ആ ഒരു സമയത്ത് അമ്മ മരിച്ചുപോയ അമ്മയുടെ ഒരു നിഴൽരൂപം പോലെ കണ്ടു, അത് അമ്മയെ ഫോളോ ചെയ്യേണ്ട അമ്മയ്ക്ക് തോന്നി എന്ന് പറഞ്ഞ ഒരു അനുഭവം ഇന്നും. അപ്പം ഞങ്ങളും പറയും അമ്മ വെറുതെ അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് തോന്നണമെന്ന് പറയും, പക്ഷെ ഇന്നും അമ്മ അത് സമ്മതിച്ചു തരാം, അല്ല ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. അപ്പം ഇതിനൊക്കെ എന്തായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്? ഒരു വ്യക്തികൾക്ക് തോന്നിയിരിക്കുന്ന ചിന്തകളെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ കാണണം. ഒരാൾക്ക് തോന്നിയ ഒരു തോട്ട് അത് എല്ലാവർക്കും തോന്നി എന്നുള്ളതല്ല. ഇപ്പൊ പാരഡോളിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെയിൻ്റെ സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് സിംഹത്തെ കാണുന്നു, മാലാഖയെ കാണുന്നു, ചിലപ്പോൾ പറക്കുന്തളിയെ കാണുന്നു. നമ്മൾ വലിയൊരു ഘോര വനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞിടാ നല്ലൊരു കൊമ്പനാനയുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ കാട്ടി കയറുന്ന സമയത്തൊക്കെ 2-3 പ്രാവശ്യം ഈ കൊമ്പനാനെ കാണും. ആക്ച്വലി കൊമ്പനാനയല്ല ഇവൻ കണ്ടിരിക്കുന്നത്, പിന്നെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓൾറെഡി അവിടെ ഉണ്ടാകും എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൽ. ഇത് വെച്ചിട്ട് അവൻ്റെ ചില ഹാലൂസിനേഷൻസ്, നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് ആണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളെ കൊണ്ട് അത് ഓരോന്ന് പുറപ്പെടുവിക്കുന്നത്. ഇത് കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അയാൾക്ക് തോന്നിയ തോട്ട് അവരുടെ ഹാലൂസിനേഷൻസ് ആണ്, അല്ലാതെ ആരും അങ്ങനെ നടന്നു പോകുന്നത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെല്ലാം അതിനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഈ മരിച്ചുപോയ ആത്മാക്കളെയും അവരെയൊക്കെ കൊണ്ടുപോയി നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലൊക്കെ ആക്കി കുട്ടൂസിനും ഡാഗിനെയും വെച്ചിരിക്കുന്ന പോലെ മറ്റേ സെറ്റപ്പാക്കി വെച്ചുകൂടായിരുന്നു. ഇതൊരു പേഴ്സണലി നമുക്ക് തോന്നിയതാണ്. അത് നമ്മുടെ ഏതോ ഒരു മോഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ സോഡിയം ലെവൽ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒക്കെ ഇങ്ങനത്തെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും.